കലി കയറിയാൽ നാശമാണല്ലോ ഫലം. പുരാണത്തിൽ നളനെ ആവേശിച്ച കലി നളനെയും ദമയന്തിയെയും നശിപ്പിച്ച കഥയുണ്ട്. കലി ഒരു ദേവഗന്ധർവനായിരുന്നു. കശ്യപ പ്രജാപതിക്ക് മുനി എന്ന ഭാര്യയിൽ പിറന്ന 15ാമത്തെ സന്താനമായിരുന്നു കലി. പരീക്ഷിത്തു മഹാരാജാവ് കലിയുടെ ഭൂമിയെല്ലാം സ്വന്തമാക്കി. എന്നിട്ട് കലിക്ക് വസിക്കാൻ 5 സ്ഥാനങ്ങൾ നൽകി. കലിയുടെ ആവാസ സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നോ? ചൂതുകളി, മദ്യപാനം, സ്ത്രീ വധം, സ്വർണം. ദമയന്തി സ്വയംവരത്തിനു ശേഷം ഇന്ദ്രാദിദേവന്മാർ മടങ്ങുമ്പോൾ കലിയെ കണ്ടുമുട്ടി. കലിയും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു. ദമയന്തിയെ നളൻ വിവാഹം ചെയ്തു എന്ന വിവരം ഇന്ദ്രനിൽ നിന്ന് കലി മനസ്സിലാക്കി. ദേവന്മാരെ വിട്ട് ഒരു മനുഷ്യനായ നളനെ ദമയന്തി വിവാഹം കഴിച്ചതിൽ കലിക്ക് അമർഷമായി. നളന്റെ രാജ്യം നഷ്ടമാക്കാനും ദാമ്പത്യം തകർക്കാനും കലി നിശ്ചയിച്ചു. നളനെ നശിപ്പിക്കാൻ തക്കം നോക്കി കലി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. അങ്ങനെ 12 കൊല്ലം കഴിഞ്ഞു. ഒരു ദിവസം നളൻ മൂത്രമൊഴിച്ചിട്ട് കാലുകൾ കഴുകാതെ സന്ധ്യാവന്ദനത്തിന് ചെന്നിരുന്നു. അതൊരു വൃത്തികെട്ട പ്രവൃത്തിയായതുകൊണ്ട് നളനെ കലി ആവേശിച്ചു. കലി ഒരു കാളയുടെ രൂപത്തിൽ നളന്റെ സഹോദരനായ പുഷ്കരന്റെ അടുത്തെത്തി. ആ കാളയെ വെച്ച് ചൂതാടുവാൻ നളൻ പുഷ്കരനെ വെല്ലുവിളിച്ചു. പുഷ്കരൻ ചൂതാട്ടത്തിന് തയ്യാറായി. നളൻ കളിയിൽ തുടരെ തോറ്റു. അദ്ദേഹം കൊട്ടാരവും രാജ്യവും തനിക്കുള്ള സർവ്വതവും പണയം വെച്ച് കളി തുടർന്നു. എല്ലാം അവസാനിച്ചപ്പോൾ നളൻ ദമയന്തിയെയും കൂട്ടി കാട്ടിൽ പോയി. അദ്ദേഹം അവിടെ ദമയന്തിയെ ഒറ്റയ്ക്കാക്കി കാട്ടിൽ വഴിമാറിപ്പോയി. ദുഃഖിതയായ ദമയന്തി കരഞ്ഞ് കലിയെ ശപിച്ചുകൊണ്ട് നടന്നു. നളനാകട്ടെ കാട്ടുതീയിൽപ്പെട്ട കാർക്കോടകൻ എന്ന വിഷസർപ്പത്തെ രക്ഷിച്ച് അതിന്റെ കടിവാങ്ങി. അതോടെ നളൻ വിരൂപനായി. കാർക്കോടകന്റെ വിഷമേറ്റ നളന്റെ ഉള്ളിൽ കലി കുറെ കാലം കഴിഞ്ഞുകൂടി. അക്കാലത്ത് നളൻ അയോധ്യ രാജാവിന്റെ കുതിരക്കാരനായി കഴിഞ്ഞുകൂടി. നളൻ രാജാവിനെ അശ്വഹൃദയ വിദ്യ പഠിപ്പിച്ചു. പകരം രാജാവ് നളനെ അക്ഷഹൃദയ വിദ്യ പഠിപ്പിച്ചു. അക്ഷഹൃദയ വിദ്യ നേടിയതോടെ നളൻ കാർക്കോടകന്റെ വിഷം മുഴുവൻ ഛർദ്ദിച്ചു. അങ്ങനെ കലിയെ പുറത്താക്കി. നളൻ സുന്ദരനും സ്വബോധമുള്ളവനുമായി അവസാനം ദമയന്തിയോട് ചേരുകയും ചെയ്തു.